നമസ്കാരം. ഭാരത് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. നമസ്കാരം. 163 എന്ന മാജിക്കൽ സംഖ്യയിലേക്ക് രാജ്യസഭയിൽ BJP എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. മെല്ലെ 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 അവരാ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തുന്നു. BJP ഏറ്റവും കൂടുതൽ സഹായിച്ചത് തൃണമൂലിനുണ്ടായ ആ ഒരു പിളർപ്പ്, അപചയം ഇതൊക്കെ തന്നെയാണ്. 3 പേര് രാജിവെച്ചു അല്ലേ. 3 രാജ്യസഭാ MP മാർ രാജിവെച്ചു. ബാക്കിയുള്ളവർ പ്രത്യേക ബ്ലോക്കായിട്ടിരിക്കുന്നു. പലരും രാജ്യസന്നദ്ധത 9 പേരുണ്ടല്ലേ തൃണമൂലിന് അവിടെ 9 പേരുണ്ടെന്നാണ്. 9 പേര്. അല്ല, 9 പേരിൽ ബാക്കിയുള്ള പലരും രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചു കഴിഞ്ഞു. മമതയായിട്ട് കൊമ്പ് പുറത്ത് നിൽക്കുന്നവരുണ്ട്, രാജ്യസന്നദ്ധ പ്രകടിപ്പിച്ച് നിൽക്കുന്നവരുണ്ട്, രഹസ്യമായിട്ട് BJP ആയിട്ട് ചർച്ച നടത്തുന്നവരുണ്ട്. പിന്നെ ഇനി നടക്കുന്ന രാജ്യസഭാ ഇലക്ഷനിലും കൂടെ ആകുമ്പോഴത്തേക്കും ഈ തൃണമൂലിൽ രാജിവെച്ച 3 പേരുടെ ഒഴിവുകളിലേക്ക് അടക്കം, അല്ലാതെ പൊതു രാജ്യസഭയിലേക്കുള്ള കാലാവധി ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ മധ്യപ്രദേശ് കഴിഞ്ഞു. മധ്യപ്രദേശിൽ 3 സീറ്റും BJP ജയിച്ചു. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 151 എത്തും. ഈ തൃണമൂലിൽ രാജിവെച്ച 3 പേരുടെ സീറ്റിൽ ഇലക്ഷൻ നടത്തി പശ്ചിമ ബംഗാളിൽ നിന്നും 3 BJP MP കൊണ്ടുവരാം. അങ്ങനെ വരുമ്പോൾ 154 അല്ലേ. പിന്നെ ഏതാണ്ട് 9 പേരുടെ കുറവേ ഉള്ളൂ. അത് വിവിധ സംസ്ഥാനങ്ങളിൽ നടക്കാനുണ്ടല്ലോ, ഇനി നടക്കാനുണ്ട്. അപ്പോൾ BJP ഏതാണ്ട് അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ശരിക്കും അത് രാജ്യസഭയിൽ ഈ കേവല ഭൂരിപക്ഷം അത് എത്രത്തോളം BJP സഹായിക്കും, അല്ലെങ്കിൽ തൃണമൂലിനെ തകർത്തുകൊണ്ട് മാത്രം അത് സാധ്യമാണോ? അത് തൃണമൂലിനെ തകർത്തത് കൊണ്ട് മാത്രം സാധ്യമാണോ എന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഉത്തരം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം തൃണമൂലിൽ ഈ രാജ്യസഭയിൽ ഉള്ളതിനേക്കാൾ കുറേ കൂടി ഒരു ക്രിയാത്മകമായ ഒരു ഇടപെടൽ, BJPക്ക് അനുകൂലമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് ലോക്സഭയിലാണ്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ലോക്സഭയിൽ 28 MP മാരാണ് ഇപ്പോൾ തൃണമൂലിനുള്ളത്. അതിൽ 19 പേർ, അതായത് ശത്രുഘ്നൻ സിൻഹ, സായ്നി ഘോഷ് അടക്കമുള്ള 19 പേർ, കാകോലി ഘോഷ് വിട്ടു, അവരുടെ നേതൃത്വത്തിൽ 19 പേർ ലോക്സഭയിൽ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് ഇരുന്ന് BJPയെ പിന്തുണയ്ക്കുമെന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വാർത്ത, അവർ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ NCPI, അതായത് ത്രിപുര, ആസാം, ബംഗാൾ, അങ്ങനെ പല സംസ്ഥാനങ്ങളിലായിട്ട് ഉള്ള ഒരു പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്ക് തങ്ങൾ ലയിച്ചുവെന്നും തങ്ങൾ ഇനി മുതൽ ആ പാർട്ടിയുടെ ഭാഗമാണെന്നും കാണിച്ച് സ്പീക്കർക്ക് കത്ത് കൊടുത്തു. എന്നിട്ടാണ് അവർ ഒരു പ്രത്യേക ബ്ലോക്കായിട്ട് NDAയെ പിന്തുണച്ചുകൊണ്ട് അവർ ഇരിക്കാൻ തീരുമാനിച്ചത്. അത് സ്പീക്കർ അനുവദിക്കുകയും ചെയ്തു. അവർ തൃണമൂൽ ബന്ധം പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു. അതെ, അതായത് അവർ തൃണമൂൽ ബന്ധം ഉപേക്ഷിച്ചു എന്ന് പറയാൻ കാര്യം, ഇവരാദ്യം ഞങ്ങളാണ് യഥാർത്ഥ തൃണമൂൽ, അതുകൊണ്ട് പേരും ചിഹ്നവും ഞങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ട് രംഗത്ത് വന്നിരുന്നു. അപ്പോൾ ഇവരുടെ ഈ മാറ്റം, അത് ഈ വിമത ക്യാമ്പിലെ മറ്റൊരു പ്രമുഖ നേതാവ് ശതാബ്ദി റോയ് ആണ് മാധ്യമങ്ങളോട് ഇതേക്കുറിച്ച് പറഞ്ഞത്. ഞങ്ങൾ ആദ്യം ഈ ചിഹ്നവും ഇതുമൊക്കെ ഞങ്ങൾക്ക് വേണം എന്നാവശ്യപ്പെട്ട് ഞങ്ങൾ രംഗത്ത് വന്നിരുന്നു. പക്ഷേ പിന്നീട് ഞങ്ങൾക്ക് അത് വേണ്ട എന്ന് വെച്ച് ഏതെങ്കിലും ഒരു പ്രബലമായൊരു പാർട്ടിയുടെ ഭാഗമാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരിനിയിപ്പോൾ പതുക്കെ ഒരു ദേശീയ പാർട്ടിയാകും. കാരണം 3 സംസ്ഥാനങ്ങളിലുണ്ട്, പല രീതിയിൽ അവർക്ക് പിന്നെ പ്രവർത്തനം ഇനി സാധിക്കും. ഇപ്പോൾ ഇവിടെ ജയിച്ചു വന്നിരിക്കുന്ന ഈ 19 പേര്, 28-ൽ 19 പേര് പ്രത്യക്ഷത്തിൽ വന്നു. ഇനി എത്ര പേര് കൂടെ വരുമെന്ന് നമുക്കറിയില്ല. കാരണം ആരും പ്രതീക്ഷിക്കാതിരുന്നതാണ് സായ്നി ഘോഷിനെ പോലെയുള്ളവർ. അവർ ഒരിക്കലും മമതയെ വിട്ട് വരും എന്നാരും കരുതിയില്ല. ഈ പറഞ്ഞതുപോലെ തൃണമൂലിൻ്റെ ഒരു താരമുഖമായിരുന്നു സായ്നി ഘോഷ്. ആ താരമുഖമാണ് ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ മമതയെ വിട്ടിട്ട് ഈ വിമതരുടെ കൂടെ ജോയിൻ ചെയ്തത്. കാരണം അതല്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് അവർക്ക് മനസ്സിലായി. ബംഗാളിൻ്റെ രാഷ്ട്രീയ അടിമുടി മാറിയിരിക്കുന്നു. അവിടെ വേണ്ടി കടുത്ത BJP വിരുദ്ധ പ്രചരണങ്ങൾ നടത്തിയവർ മമതയ്ക്ക് വേണ്ടി അവരുടെ ഉള്ളിൽ നിന്നും ചെയ്തതല്ല. അത് 1ാം ഘട്ട പ്രചരണം കഴിഞ്ഞ് 2ാം ഘട്ടം ആയപ്പം അവർ മാറിയിട്ട് പിന്നെ അതുവരെ
മക്കയും മദീനയൊക്കെ കുറിച്ച് പാടി പോഴ്ത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ പിന്നെ കാളി മാതാവിനെ കുറിച്ച് പാടുന്ന പാട്ട് നമ്മൾ കേട്ടു. അപ്പം അങ്ങനെ ഇരട്ടത്താപ്പൊക്കെ ഉള്ളവരാണ്. ഇവരെയൊന്നും വാസ്തവത്തിൽ ഇവരൊന്നും വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല, കുടിച്ച വെള്ളത്തിന് വിശ്വസിക്കാൻ കൊള്ളുന്നവരല്ല. ഇവർക്കെല്ലാം ഇവരുടേതായ ഒരുപാട് സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. തീപ്പൊരി നേതാവൊക്കെ തന്നെയാണ്. ഈ തീപ്പൊരി നേതാവായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, കയ്യിലിരിപ്പും കൂടി നന്നാവണമല്ലോ. ക്ഷിപ്രകോപികളാണ്. അല്ല, അത് ഈ ബംഗാളിൽ മമതയെ കണ്ട് പഠിച്ചു വന്നതാണ്. മമതയുടെ ഈ തത്സമയം പ്രതികരണമാണ്. അതെ അതെ, മമതയുടെ ചില മാനറിസങ്ങൾ ഇവരും കോപ്പി ചെയ്തു എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ ഈ അഭിഷേക് ബാനർജിക്കെതിരെ അതിശക്തമായ ഒരു 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 പ്രതിഷേധവും പ്രതിരോധവും ഉയർന്നിരിക്കുന്നു. അത് ഈ വിമത എംപിമാർ മുഴുവനും അവർക്ക് മമതയേക്കാൾ കൂടുതൽ വെറുപ്പും വിരോധവും അഭിഷേക് ബാനർജിയോട്. അഭിഷേകാണ് സത്യത്തിൽ അവിടെ തൃണമൂൽ എന്ന പാർട്ടിയെ നശിപ്പിച്ചത്. ഇപ്പം കല്യാൺ ബാനർജിയെ പോലെയുള്ള ഒരാൾ വിട്ട് വരുന്നുവെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അതുപോലെ ഈ മമതയുടെ കൂടെ നിൽക്കുന്നതിൽ പരിണിതപ്രജ്ഞരായ പല മുതിർന്ന നേതാക്കളും, ഞാനിപ്പോൾ എല്ലാവരുടെയും പേരുകൾ പറയുന്നില്ല, പല മുതിർന്ന നേതാക്കളും ഇങ്ങനെ നിൽക്കണോ പോണോ എന്ന മട്ടിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിപ്പോൾ വരും ദിവസങ്ങളിൽ ഇതെല്ലാം കൂടും. പിന്നെ ഈ ഡെറിക് ഒബ്രിയാനെ പോലെയൊക്കെയുള്ള ചില എം പിമാരുണ്ട്, ഈ കടുത്ത ആൻറ്റി BJP ആയിട്ടുള്ള, അവർ മമതയുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ അവരും ഭാവിയിൽ കോൺഗ്രസിൽ പോകും. അവരൊക്കെ ഉപദേശിച്ചിട്ടാണ് മമതയും അഭിഷേക് ബാനർജിയും കോൺഗ്രസിൽ ലയിക്കാൻ. ഒബ്രാൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടില്ലേ, കഴിഞ്ഞ ദിവസം BJP ഓഫീസിലേക്ക് അംഗത്വം എടുക്കാൻ വന്ന തൃണമൂലുകാരെ പച്ച ചായം തേച്ചാണ് തിരിച്ചുവിട്ടത്. കാരണം അപമാനിച്ചു വിടുന്നതിൻ്റെ അടി കൊടുത്ത് വിടുന്നതിൻ്റെ മറ്റൊരു സമാധാനപരമായ രീതിയാണ് മുഖത്ത് പച്ച ചായം തേച്ച് BJP നഗരം തിരിച്ചുവിടുകയാണ്. അതേപോലെ ഡെറിക് ഒബ്രയൻ. കാരണം ഇനി പാർലമെന്റിൽ ചെന്നിട്ട് BJPക്ക് സ്തുതി പാടാൻ പറ്റില്ല. കാരണം വേണ്ട, ഒബ്രയന്റെ സ്തുതി വേണ്ട, മഹുവ മൈത്രയുടെ സ്തുതി വേണ്ട. മഹുവ മൈത്രയും ഡെറിക് ഒബ്രിയാനും അങ്ങനെയുള്ള ചിലരൊഴിച്ച് ബാക്കി എല്ലാ പേരും എൻ്റെ ഒരു കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മമതയെ ഉപേക്ഷിച്ച് ഈ പുതിയ ഈ വിമതർ ലയിച്ച പാർട്ടിയിലേക്ക് അവർ പോകും എന്ന് വ്യക്തമാണ്. അത് എത്ര കാലം കൊണ്ട് എന്നുള്ളതേ നമ്മൾ ചിന്തിക്കേണ്ടതുള്ളൂ. അപ്പോൾ അത് ഈ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ഉപ്പുവെച്ച കലം പോലെ തകർന്നിരിക്കുന്നു എന്ന തിരിച്ചറിവ് മറ്റാരെക്കാളും നന്നായിട്ട് മമതയ്ക്കുണ്ട്. അതുകൊണ്ടാണ് മമത ഓടിപ്പോയി സോണിയെ കണ്ടതും കെട്ടിപ്പിടിച്ചതും കോൺഗ്രസിൽ ചേരാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് വെച്ചാൽ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനി ഒറ്റയ്ക്ക് നിൽക്കും തോറും അവർക്ക് വലിയ അപകടമാണ്. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ, അഭിഷേക് ബാനർജിക്കെതിരെ പുതിയ കേസ് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ചോദ്യം ചെയ്യാൻ ഹാജരായി, ഇന്ന് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്യാൻ അദ്ദേഹം ഹാജരായി. അതാ കേസ് ഏതാണ്? ഈ MLA-മാരുടെ വ്യാജ ഒപ്പിട്ട് കത്ത് സ്പീക്കർക്ക് കൊടുത്തു അല്ലേ? അതാണ് പ്രതിപക്ഷ നേതാവായിട്ട് ഇന്ന ആളെ തിരഞ്ഞെടുത്തു എന്ന് MLA-മാർ ചേർന്ന് ഒരു കത്ത് ഒപ്പിട്ട് കൊടുത്തു. അത് വ്യാജരേഖയായിരുന്നു. കത്ത് എല്ലാവരും ഒപ്പിട്ടിട്ടില്ല. അതിൽ 2 പേര് ഋതബ്രത ബാനർജിയും മറ്റേ സാഹുവും അതിനെ എതിർത്ത് രംഗത്ത് വന്നു. അവർ പറഞ്ഞു ഞങ്ങൾ ഒപ്പിട്ടിട്ടില്ല, പരാതിയായി. അതുപോലെ ജൂൺ 15-നാണ് കൽക്കരി ഇടപാടിലും നിയമന ഇടപാടിലും അഭിഷേക് ബാനർജി ED ചോദ്യം ചെയ്ത് ഹാജരാകാൻ പറഞ്ഞു നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞത് അത് നേരത്തെ ഉള്ള കേസുകളാണ്. ഇപ്പം ഇത് പുതുതായിട്ട് വന്നൊരു കേസാണ്, അതിൽ പെട്ടിരിക്കുകയാണ്. ഇത് ഗുരുതരമായ കുറ്റമാണ്, ഒരു ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഈ പറഞ്ഞ ഡയമണ്ട് ഹാർബറിൽ നിന്ന് ജയിച്ച അഭിഷേക് ബാനർജി, MP ആയിരിക്കുന്ന അഭിഷേക് ബാനർജിക്ക് വലിയ തിരിച്ചടിയാണത് ആ കേസ്. ആ കേസിൽ പറഞ്ഞതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഒരു പക്ഷേ പാർലമെൻറ്റ് അംഗത്വം പോലും ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയായിട്ടും ഇനി അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തൃണമൂൽ കോൺഗ്രസിനോ അഭിഷേക് ബാനർജിക്കോ അവിടെ നിന്ന് ജയിക്കാൻ സാധിക്കുമോ? ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് പോലീസ് വളരെ പെട്ടെന്ന് കുറ്റപത്രവും കൊടുക്കുകയാണ്. കേസിൻ്റെ വിചാരണ ഉടനെ ആരംഭിക്കും. അഭിഷേക് ബാനർജിയുടെ ചീട്ട് കീറിയോ? തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ ഇതെല്ലാം മമതയ്ക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ടാണ് മമത ഈ അടിച്ചു നിൽക്കണമെങ്കിൽ സ്വന്തം കരുത്ത് ചോർന്നു പോയി. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? BJPയുടെ ഏറ്റവും വലിയ വിരോധി ആരാ? കോൺഗ്രസ്. പഴയ തൻ്റെ മാതൃസംഘടനയാണ്. തിരിച്ച് കോൺഗ്രസ്സിലേക്ക് പോവാം. എന്തായാലും അവർക്ക് ഇടതുപക്ഷത്തിൻ്റെ കൂടെ പോകാൻ സാധിക്കില്ല. ഈ ഇടതുപക്ഷത്തെ മമതയ്ക്ക്
ഇനിയിപ്പോൾ ബംഗാളിൽ BJPക്കെതിരെ ഒരു സഖ്യം ഉണ്ടാക്കണമെന്നിരിക്കട്ടെ, ഈ ഇടതുപക്ഷം മമതയുടെ കൂടെ വരുമോ? ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയും, ഇന്ത്യ മുന്നണി എന്നൊക്കെ പറയും. മോഡിയെ എതിർക്കാൻ ഡൽഹിയിൽ ചിലപ്പം ഇവരെല്ലാവരും ഒരുമിച്ചൊക്കെ ഇരിക്കും, ചായ കുടിക്കും. പക്ഷേ ബംഗാളിൽ ഈ ഇടതുപക്ഷം മമതയുടെ കൂടെ വരുമോ? പോട്ടെ, കോൺഗ്രസ് മമതയ്ക്കൊപ്പം നിൽക്കുമോ ബംഗാളിൽ? ഇല്ല. അധീർ രഞ്ജൻ ചൗധരി മമതയുടെ ഏറ്റവും വലിയ ശത്രുവാണ്, മമതയെ ഏറ്റവും വലിയ ശത്രുവായിട്ട് കാണുന്ന ആളുമാണ്. അതാണ് രാഹുൽ ഗാന്ധി വ്യക്തമായി പറഞ്ഞത്. കേരളത്തിൽ എനിക്ക് മോദിയെ പിണറായി കെട്ടിപ്പിടിക്കാൻ പറ്റില്ല, കാരണം അവിടെ ഞങ്ങൾ പരസ്പരം എതിർക്കുന്ന പാർട്ടികളാണ്. അതേ അവസ്ഥ തന്നെയാണ് CPM-ഉം മമതയും ബംഗാളിൽ, അല്ലേ? ആണ്. കോൺഗ്രസും മമതയും ബംഗാളിൽ. അവർക്കൊന്നും മമതയെ അങ്ങോട്ട് അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ കഴിയില്ല എന്നുള്ളതൊരു വാസ്തവമാണ്. ആ വാസ്തവം മമത ഡൽഹിയിൽ വന്ന് സോണിയയുമായിട്ട് കെട്ടിപ്പിടിച്ച് രാഹുലിൻ്റെ തോളിൽ കൈയിട്ട് അതെങ്ങനെയെങ്കിലും എന്നുവെച്ചാൽ ഞാൻ സോണിയയുമായിട്ട് ചർച്ച നടത്തുന്നു, അഭിഷേക് ബാനർജി രാഹുലുമായിട്ട് ചർച്ച നടത്തുന്നു, എന്നിട്ടൊരു സമവായം ഉണ്ടാക്കുന്നു. ആ സമവായം നൂലിൽ കെട്ടി ബംഗാളിലേക്ക് ഇറക്കാനാണ് അവരുടെ പരിപാടി. അങ്ങനെ ഇറക്കുമ്പോൾ അധീർ രഞ്ജൻ ചൗധരി നിശബ്ദനാകും. കാരണം പറയുന്നത് മാഡമാണ്. തീർച്ചയായിട്ടും പഴയ പിന്നെ നെഹ്റൂവിയൻ പാരമ്പര്യത്തിൻ്റെ ഇപ്പോഴത്തെ കടിഞ്ഞാൺ പിടിക്കുന്നത് സോണിയയാണ്. പക്ഷേ ഈ മാഡം പറഞ്ഞു കേട്ടിട്ടാണ് കഴിഞ്ഞ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കേണ്ടി വന്നത്. അതെ, മമത ഇന്ത്യ മുന്നിലുണ്ട്, എന്നിട്ട് മമത പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് മത്സരിക്കുള്ളൂ, ഒരു സീറ്റും തരില്ല. അന്ന് കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിൽ അത് മമതയുടെ ഉദ്ദേശം എന്താണ്? പരമാവധി MPമാരെ സൃഷ്ടിക്കുക, അത് വെച്ച് കേന്ദ്രത്തിൽ പ്രധാനമന്ത്രിയാകാൻ ശ്രമിക്കുക. ഇതാണ് മമതയുടെ ഉദ്ദേശം. മമത പരമാവധി MPമാരെ ഉണ്ടാക്കിയെടുത്തിട്ട് അത് വെച്ച് ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ 42 സീറ്റ് എന്തോ ബംഗാളിലുണ്ട്. അപ്പോൾ 42 സീറ്റും ജയിച്ചു കഴിഞ്ഞാൽ മമത ഒരു വലിയ താരമായി അവിടെ. പിന്നെ തൊട്ടടുത്ത് വരുന്നത് DMK ഉണ്ട്. DMKക്ക് 39 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ് ഒരു 40 സീറ്റിന് താഴോട്ട് പോയാൽ കോൺഗ്രസ്സിനെ അവിടെ രണ്ടാം കക്ഷിയെ കോൺഗ്രസ് പിന്തുണയ്ക്കാനേ പറ്റുള്ളൂ കോൺഗ്രസ്സിന്. തീർച്ചയായിട്ടും. ഇനി അഖിലേഷ് യാദവിന് ഇത് പറഞ്ഞ പോലെ ഒരു 40 സീറ്റിന് താഴെ കിട്ടിയാൽ ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുമ്പോൾ ഒരു 100-200 സീറ്റിനകത്ത് വരും. പിന്നെ കുറേ ചെറിയ കക്ഷികളെയൊക്കെ പിടിച്ചിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി ഒരു സർക്കാർ രൂപീകരിച്ചാൽ എന്താ പുളിക്കുമോ? മമതയ്ക്ക് പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നാൽ ഇരിപ്പുറക്കില്ലേ? ഇതൊക്കെ മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. 20 സീറ്റ് അവർ പിന്നെ ഡൽഹിയിലെത്തുമ്പോൾ അവർ മമതയെ പിന്തുണയ്ക്കും കേട്ടോ. ബംഗാളിൽ ചെല്ലുമ്പോഴേ ഉള്ളൂ പ്രശ്നം. ഡൽഹിയിൽ അവർക്ക് മമതയെ പിന്തുണയ്ക്കാം, കാരണം അത് രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്കും ഐക്യത്തിനും മതേതരത്വം കാത്തു സൂക്ഷിക്കാനും വേണ്ടിയിട്ടല്ലേ BJP അകറ്റി നിർത്തുക. 2004 BJP അകറ്റി നിർത്താൻ പോയതിൻ്റെ ക്ഷീണം 2009 അവരറിഞ്ഞു. ഉണ്ടായിരുന്ന 18 സീറ്റ് 4 ആയിട്ടാണ് കുറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ഇതെല്ലാം മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നം പോലെയുള്ള കാര്യങ്ങളാണ് മമത ചിന്തിക്കുന്നതും സ്റ്റാലിൻ ചിന്തിക്കുന്നതും. ഇവർക്കെല്ലാവർക്കും ഡൽഹിയിലെ കസേരയ്ക്ക് മോഹമുണ്ട്, പക്ഷെ അത് അത്ര പെട്ടെന്ന് ഇവർക്ക് ആർക്കും കൈവരുന്ന ഒരു കസേര അല്ല എന്ന് ഇവരാരും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇവർ ഈ നാഷണലിസ്റ്റ് പാർട്ടി അതുമായിട്ട് ചേർന്ന് NCPIയുമായിട്ട് ചേർന്ന് അവർ നാഷണലിസ്റ്റ് സിറ്റിസൺ പാർട്ടി ഓഫ് ഇന്ത്യ അതുമായിട്ട് ചേർന്ന് അവർ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അവർ NDA പിന്തുണയ്ക്കുന്നു. ഈ വിമതർക്കും മറ്റൊരു പ്രശ്നമുണ്ട്. മമതയുടെ അടുത്ത് ഉടക്കിയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. മമത ഉപദ്രവിക്കും. മമതയിൽ കോടാനുകോടി പണമുണ്ട്. മമതയ്ക്ക് അഴിമതി നടത്തി സമ്പാദിച്ച പണം മമതയുടെ പാർട്ടിയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ ദ്രോഹിക്കും. അപ്പോൾ മമത ഇനി ഇലക്ഷനിൽ ജയിക്കില്ല, അതവർക്കറിയാം. പക്ഷേ മമതയ്ക്ക് ഉപദ്രവങ്ങൾ ചെയ്യാൻ പറ്റും, കൊട്ടേഷനുകൾ കൊടുക്കും, അല്ലേ? അപ്പോൾ അവർക്കൊരു പ്രബലമായ പിന്തുണ വേണം. ഒരു നല്ല മമതയേക്കാൾ ശക്തിമാനായ ആൾ പിന്തുണയ്ക്കണം. അതിപ്പോൾ ആരാ ഉള്ളത്? BJP മാത്രമേ ഉള്ളൂ. മമതയേക്കാൾ ശക്തിയുള്ളത് BJPക്കാണ്. അതുകൊണ്ടാണല്ലോ അവിടെ 208 സീറ്റിൽ BJP ജയിച്ചത്. ബർഗാനസ് ജില്ലയിൽ തൃണമൂലാണ് ചെയ്തത്. ഒരു മലയാളി യുവാവിനെ തല്ലിക്കൊന്നിരിക്കുന്നു. അവിടെ നാട് കാണാൻ ചെന്ന യുവാവിനെ ഭാഷ അറിയില്ല, കള്ളനെന്ന് പറഞ്ഞ് തല്ലിക്കൊന്നു. അത് ഈ 24 പർഗാനസ്, സൗത്ത് 24 പർഗാനസ്, മാൾഡ, മൂർഷിദാബാദ്, ഇവിടെ എല്ലാം ഈ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ്. വലിയ രീതിയിൽ ഇവിടേക്കെല്ലാം നുഴഞ്ഞു കയറിയ ആൾക്കാർ വർഷങ്ങളായിട്ട് നുഴഞ്ഞു കയറി അവിടെ താമസിക്കുന്നവരുണ്ട്. ഈ പറഞ്ഞതുപോലെ എക്സ്ട്രീം സ്വഭാവമുള്ള റാഡിക്കൽ ഇസ്ലാമിൻ്റെ ഒരു കേന്ദ്രം കൂടിയാണ് ഇവിടെ എല്ലാം. അപ്പോൾ അവിടെ ഈ പറഞ്ഞ രീതിയിൽ ഒരു മലയാളി യുവാവ് സംശയാസ്പദമായ സാഹചര്യത്തിൽ അവിടെ എത്തിയപ്പോൾ അയാളെ പേര് പോലും കൃത്യമായിട്ട്
ഇതുവരെ ട്രേസ് ചെയ്തിട്ടില്ല സന്ദീപ് നായർ എന്ന് എന്ന് പറയുന്നു. പക്ഷേ അത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. ഈ സന്ദീപ് നായരുടെ കിട്ടിയ ഇതൊക്കെ വെച്ച് പരിശോധിക്കുമ്പോൾ ആ അഡ്രസ്സിൽ അങ്ങനെ ഒരാളില്ല, ഇത് ഫേക്കാണ് അഡ്രസ്. പക്ഷേ കയറുകൊണ്ട് കൈ കെട്ടിയിട്ട് മർദ്ദിക്കുന്ന അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. പ്രായപൂർത്തിയായ 2 പിള്ളേർ 2 കുട്ടികളും കേസിൽ പ്രതിയാണ്. 7 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഇപ്പം പഴയ പോലെയല്ല, മമതയുടെ കാലത്താണെങ്കിൽ ഇത് പുറം ലോകം അറിയില്ലായിരുന്നു. പക്ഷെ ഇതിപ്പോൾ സുവേന്ദുവാണ് ഭരിക്കുന്നത്. അതുകൊണ്ട് സുവേന്ദു വളരെ കൃത്യമായിട്ട് പോലീസ് നടപടി എടുത്തു. അയാളെ വീഡിയോ പുറത്ത് വന്നിട്ടുണ്ട്, അയാളെ മർദ്ദിക്കുന്നതിൻ്റെ, അയാൾ നിലവിളിക്കുന്നതിൻ്റെ. അപ്പം ഇതെല്ലാം വളരെ ബംഗാൾ ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. ഇനി അവിടുന്ന് ബംഗാൾ തിരിച്ചു വരണം. ആ പഴയ രവീന്ദ്രനാഥ ടാഗോറിൻ്റെയും സ്വാമി വിവേകാനന്ദൻ്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും ഒക്കെ നാടായ ബംഗാൾ തിരിച്ചു വരേണ്ടിയിരിക്കുന്നു. അങ്ങനെ തിരിച്ചു വരും. അതിൽ നല്ല ഭരണാധികാരിയെ കിട്ടിയാൽ തിരിച്ചു വരും. അപ്പോൾ അക്രമം കാണിക്കുന്ന കുഴപ്പക്കാരായ ആൾക്കാരെ നിലയ്ക്ക് നിർത്തുകയും ഒരുപാട് കുഴപ്പക്കാരെ പിടിച്ച് അകത്തിടുകയും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അതിന് മാറ്റം ഉണ്ടാവും. എന്തായാലും ഈ തൃണമൂലിൻ്റെ വിമത MP-മാർ വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമെടുത്തു. അവർ NCPI എന്ന് പറയുന്ന ഒരു പാർട്ടിയിൽ ലയിച്ചു. ആ പാർട്ടിയുടെ ഭാഗമായിട്ട് NDA പിന്തുണച്ചുകൊണ്ട് ലോക്സഭയിലേക്ക് വരികയാണ്. അപ്പോൾ 240, 242, 19 ഏതാണ്ട് 251 സീറ്റ് ആയി BJPക്ക്. 283 കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. അപ്പോൾ BJP പതുക്കെ കേവല ഭൂരിപക്ഷത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ്. ലോക്സഭയിൽ 163. അത് അല്ല, രാജ്യസഭയിലും ലോക്സഭയിലും ഏതാണ്ട് ഒരേ കാലത്ത് തന്നെ അവർ കേവല ഭൂരിപക്ഷത്തിലേക്ക് അവർ എത്തും എന്നുള്ളതാണ്. ഇതിപ്പോൾ പക്ഷേ BJPക്ക് ഒറ്റയ്ക്കല്ല, NDAയിലേക്കാണ്. NDAയുടെ സീറ്റ് ഇവരും കൂടെ വരുമ്പം 300-ന് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. 313 എത്ര മറ്റോ സീറ്റ് ആയി വർദ്ധിക്കുകയാണ്. അപ്പോൾ BJP പതുക്കെ അടിവച്ച് കയറുകയാണ്. 2/3 ഭൂരിപക്ഷത്തിലേക്ക് BJP ഉയർന്നുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും BJPക്ക് പല ബില്ലുകളും കൊണ്ടുവരുമ്പോൾ ഭരണഘടനാ ഭേദഗതി ആവശ്യമുള്ള സമയത്ത് ഇത് വളരെ നിർണായകമാണ്. BJP തീർച്ചയായിട്ടും ഇവരെ എല്ലാം 2 കൈയും നീട്ടി സ്വീകരിക്കും, ഒരു സംശയമില്ല ആ കാര്യത്തിൽ. അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP ലക്ഷ്യം വയ്ക്കുന്ന കാര്യങ്ങൾ സാധിക്കുക, അതിന് BJP തീർച്ചയായിട്ടും എല്ലാ കാർഡുകളും എടുത്ത് കളിക്കും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്.